എടാ സംഭവം എന്താന്ന് വെച്ചാൽ ബോറടി മാറ്റാൻ അച്ഛൻ മകൾക്ക് വീടിൻ്റെ മുറ്റത്തൊരു ഊഞ്ഞാലിട്ടു. ഊഞ്ഞാൽ ആടി തുടങ്ങിയപ്പോൾ ഒരു കുഞ്ഞു ഹായ് മോൾക്ക് കിട്ടി. തൊട്ട് പിന്നാലെ ഇമ്മിണി വലിയൊരു ഹായ് അച്ഛനും കിട്ടി. ഊഞ്ഞാലിലേക്ക് അയലത്തെ കുട്ടി എത്തി. കുട്ടിക്ക് പിന്നാലെ അമ്മയും എത്തി. കുട്ടിയെ ആട്ടി, പിന്നെ അമ്മയെ ആട്ടി. ഊഞ്ഞാലിൻ്റെ ആയം ലേശം കൂട്ടി. അപ്പൊ കുട്ടികളുടെ എണ്ണം കൂടി, കൂടെ അമ്മമാരുടെയും. ആട്ടത്തിന്റെ സുഖം കിട്ടിയവരൊക്കെ പുള്ളിയെ വീട്ടിലേക്ക് വിളിച്ച് ആട്ടി തുടങ്ങി. നീ ആരെ പറ്റിയാടേ അവരതൊക്കെ പറയുന്നത്? വേറെ ആരാ? നമ്മുടെ കപ്പിത്താൻ. ആര്? ആ വാടകക്കാരനോ? ആ ഫുൾ ടൈം പെണ്ണുങ്ങളെ നക്കി തുലിച്ച് നടക്കണാണ് ഒരു പെണ്ണുണ്ണി. അതൊക്കെ നിന്റെയൊക്കെ തോന്നലാടാ. നീയൊക്കെ ഇല്ലാത്ത കാശ് മുടക്കി വല്ല നാട്ടിൽ പോയി പിടിക്കുന്ന സകല പരിപാടി അവനൊരു ഊഞ്ഞാലിട്ട് പിടിക്കുന്നുണ്ട്. എൻ്റെ ഊൻ ശരിയാണെങ്കിൽ അവനിവിടെ എല്ലാ വീട്ടിലും കയറി കാര്യം സാധിക്കുന്നുണ്ട്. ഒരുമാതിരി മറ്റേ വർത്താനം പറയരുത്. എല്ലാ വീട്ടിലും കയറി ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ നിന്റെ വീട്ടിൽ കയറി ഇറങ്ങുന്നു എന്നല്ല എൻ്റെ അർത്ഥം. ഓ, എന്നെ വിശ്വസിക്കണ്ട, ഞാൻ മഞ്ഞപത്രമാണല്ലോ. അതെ, ഇത് കണ്ടു. കുറച്ച് മുമ്പ് നടന്ന സംഭവം നോക്കുക. ദേ നിൽക്കുന്നവൻ്റെ ഭാര്യ. അപ്പം അതെന്താ ഊഞ്ഞാലാട്ടം കൊണ്ടുപോയതല്ലേ? അയത്തേട്ടാ, ദേ നോക്കി. ഒന്നുകൂടെ രാവിലെ റോഷി ഇച്ചിരി വണ്ടിയും പറപ്പിച്ചിട്ട് പോക്കാണെന്ന് തന്നെ സ്റ്റൈലാട്ടോ. പിന്നെ വീട്ടിൽ മോളുടെ കാര്യം നോക്കാൻ ആളുള്ളതുകൊണ്ട് റോഷിക്ക് സമാധാനമായിട്ട് ജോലിക്ക് പോവാലോ അല്ലേ? അത് ഉണ്ണിയുള്ളപ്പോൾ ഉണ്ണി ചക്കിന്റെ കാര്യമൊക്കെ നോക്കിക്കോളും. ഇല്ലാത്ത സമയത്ത് ഞാൻ തന്നെ നോക്കണം. അതൊക്കെ അവിടെ കുട്ടിയെ കുളിപ്പിച്ച് കൈ കൊടുത്ത് നമ്മുടെ ആൾ കളിപ്പിച്ചോളൂ. അങ്ങനെയല്ല, ഉണ്ണീൻ്റെ അത്ര ക്ഷമ എനിക്കില്ല. ഉണ്ണി ആൾക്കാരുമായിട്ട് ഇങ്ങനെ പെട്ടെന്ന് ജെല്ലാവും. കുട്ടികളാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും ഹീസ് ബേസിക്കലി എ പീപ്പിൾസ് പേഴ്സൺ. ഒരു നല്ല ലിസണറാണ്. നമ്മളെയൊക്കെ കേട്ടിരിക്കാൻ കൂടെ ഒരാളുള്ളത് ശരിക്കും പറഞ്ഞാൽ നല്ല സമാധാനം അല്ലേ? നമ്മുടെ വീട്ടിലൊരാളെന്തെങ്കിലും കേൾക്കുന്നതന്നെ മറുപടി പറയാനാ. ചക്കി നിന്റെ കോൾഡ് ഒന്നും മാറിയില്ല. കഴിച്ചോട്ടടി, അത് കഴിഞ്ഞിട്ട് കുറച്ച് ചൂടുവെള്ളം കൊടുത്താൽ മതി. ഉണ്ണിയുള്ള വഷളാക്കുന്നുണ്ട്. ചുമ്മാ. എന്തായി നിങ്ങളുടെ ചർച്ചയൊക്കെ? ലേഡീസ് ട്രിപ്പ് പോകുന്ന കാര്യമൊക്കെ തീരുമാനമായി. എല്ലാ കൊല്ലത്തെയും പോലെ ഗുരുവായൂര്, പളനി, വേളാങ്കണ്ണി, രാമേശ്വരം, മധുര വഴി വീടെത്തും. ഈ തീർത്ഥാടന യാത്രയ്ക്ക് നിർത്തിയിട്ട് ഒരു ശങ്കം വിസയ്ക്ക് അപ്ലൈ, എന്നിട്ട് ബെർലിനിൽ ഇറങ്ങിയിട്ട് 4 യൂറോപ്യൻ കൺട്രീസ് ഒന്ന് കറങ്ങി വാ. അല്ലെങ്കിൽ ഒരു കാർ റെന്റിന് എടുത്തിട്ട് ഈ കൺട്രീസിലൊക്കെ കറങ്ങി എന്നെ പൊളിയാന്നറിയും. നടക്കുന്ന കാര്യം പറഞ്ഞേട്ടാ. ഇതൊന്നും വലിയ സീനല്ലടോ. ഇതിന് വേണ്ട ഇന്റർനാഷണൽ ലൈസൻസ് ആണ്. എന്റെ ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. അത് സീനില്ലേ? നിങ്ങൾ പോകുന്ന രാജ്യത്തെ പ്രസിഡന്റ് ആണോ രാജാവാണോ ഭരിക്കണം നോക്കി ഒന്ന് പറഞ്ഞു വെച്ചാൽ മതി. ഭാഗ്യം എന്നെ അച്ചായം വിളിച്ച് ഡീൽ ചെയ്തോളാം. അതെന്തിനാ അച്ചായ പ്രസിഡന്റ് ആണോ രാജാവാണോ എന്നൊക്കെ അറിയുന്നേ?
അത് പിന്നെ പ്രസിഡന്റിനെ കയറി രാജാവ് എന്ന് വിളിച്ച ഇൻസൾട്ട് ആവുമല്ലോ അല്ലേ? ഫിറ്റാ. എന്നാ പിന്നെ പോളച്ചനല്ല ഓളച്ചനാ. ഫിറ്റേടോ, പാവം. ഓലൻ, തോരൻ, കൂട്ടുകറി, മെഴുക്ക് പുരട്ടി, പച്ചടി കിച്ചടി തുടങ്ങി 18 കൂട്ടം കറികളും 3 കൂട്ടം പായസവുമാണ് ഇത്തവണ ഓണാഘോഷത്തിൽ. ഒലത്തിയതൊന്നുമില്ലേ പ്രസിഡന്റ്? നമ്മൾ അധികം ഒലത്താറില്ല. അതെന്തോട് തനിക്ക് ഒലത്തിയാല്? എന്ത്? ഇവിടെ എന്താടാ ആണുങ്ങൾക്ക് ഒരു മെനു ബാക്കിയുള്ളവർക്ക് വേറൊരു മെനു? ആ ടേബിളിൽ എന്താ ഇവിടെ ഇല്ലാത്ത? അത് അയാളുടെ മെനു, ഇതെന്റെ മെനു. തന്റെ മെനുവോ? താൻ ആരോട് ചോദിച്ചിട്ടാണ് മെനു ഉണ്ടാക്കിയേ? അല്ല താൻ ആരാ തന്റെ വിചാരം? തന്നിഷ്ടത്തിന് ഓരോന്ന് ഉണ്ടാക്കി വെച്ചിട്ട് ഒലത്താറില്ല പോലും. ഒരു രണ്ട് വർത്താനം പറഞ്ഞ അപ്പ അയാളുടെ പോലെ പറഞ്ഞോട് വരും. എടാ താൻ വലിയ ഒന്നര കൊല ജാതനായതുകൊണ്ടല്ലോ പിടിച്ച് പ്രസിഡന്റ് ആക്കിയത്. ബാക്കിയുള്ളവർക്ക് വേറെ പണികളുണ്ടാ? ഒരു പണി കുറഞ്ഞത് കഴങ്ങനെ പിടിച്ചിട്ട് പരനാറിക്ക് നാളായി തുടങ്ങിയിട്ട് നാട്ടുകാരെ ഭരിക്കാനാണല്ലോ അയാളെ പിടിച്ച് പ്രസിഡന്റ് ആക്കിയത്. എങ്ങനെ ഇരിക്കുന്നു ഉണ്ണിയേട്ടൻ? ഉയരല്ലേ? ഓക്കെ, ശുഭരാത്രി. ാണെന്റെ ഭാര്യ, സ്വപ്നത്തിനുള്ളുകൾ അയത്തേട്ടാ, അവൻ നമുക്കിട്ട് തന്നിട്ടാ പോയിരിക്കുന്നേ. നിനക്ക് വല്ല ഭ്രാന്തുണ്ടോ? ജെയ്സിയെ ചിലപ്പോൾ അവൻ കൊണ്ടുപോയതായിരിക്കും. അതിപ്പോൾ നീ വിളിച്ചാലും അവള് വരില്ലേ? ഇല്ല അയത്തേട്ടാ, അവളുടെ ഡിവോഴ്സ് കഴിഞ്ഞ സമയത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് എംപവർ ചെയ്യാൻ നോക്കിയതാ, പക്ഷെ പിടിയാന്നില്ല. കറക്റ്റാ. യെസ്, എന്ത് തണുപ്പാടിയത്. വല്ല പനിയും വരും മനുഷ്യന്. മോളുറങ്ങിയ ചൊക്കടു? ഉണിക്കിവിടെ നിറച്ചും ഫാൻസ് ആണല്ലോ. അതൊക്കെ നമ്മുടെ ചക്കിയുടെ ഫാൻസ് അല്ലേ. പിന്നെ ഞാൻ ബോറടിക്കുമ്പോൾ ചുമ്മാ അവരുടെ കൂടെ അങ്ങ് കൂടും. അജിത്തും ടീമുമായിട്ട് ഉണ്ണിക്ക് അത്ര അടുപ്പില്ലേ? അടുപ്പക്കുറവൊന്നുമില്ലടി. പുള്ളിക്കാരൻ വേറെ മൂടാണ്. നമ്മുടെ വൈബുമായിട്ട് അങ്ങ് സെറ്റാവില്ല. ഉണ്ണീൻ്റെ ഈ രീതി എല്ലാവർക്കും അങ്ങ് സെറ്റ് ആവണമെന്നില്ല. ആൾക്കാർ ജഡ്ജ് ചെയ്യാൻ തുടങ്ങും. ജഡ്ജി ചെയ്യുന്നൊരു ജഡ്ജി ചെയ്യട്ടെ. വാ നടന്നടിക്കാൻ. ഞാനില്ല. വാ, നാളെ നേരത്തെ എണീക്കണം ഉണ്ണി. ഉണ്ണി പോയിക്കോ. ഞാൻ എന്തായാലും നടന്നടിക്കാൻ പോവാം. നീ കിടന്നോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ലൈറ്റ് ഓഫ് ചെയ്യണോ? ഞാൻ ഓഫ് ചെയ്തോളാം. കോക്ടെയിൽ മിക്സിംഗ്.
ആടോ എന്തു പറ്റി ഉറക്കമൊന്നുമില്ലേ? ഞാൻ ലേറ്റ് ആവും. എന്തു പറ്റി, താൻ ഉറങ്ങിയില്ലേ? ഇവിടെ സഭ വിരിഞ്ഞിട്ടില്ല. അതിനെന്തോ തനിക്ക് കിടന്ന് ഉറങ്ങിക്കൂടെ? ഇടയ്ക്ക് വിളി വരും. അതന്നെയല്ല, ഞാനിങ്ങനെ വെറുതെ കിടന്ന് നേരം വിളിപ്പിക്കാന്നേ ഉള്ളൂ. എനിക്കങ്ങനെ ഉറക്കമൊന്നുമില്ല. തനിക്കെന്താ മെഡിക്കേഷൻ ഒന്നുമില്ലേ? കൗൺസിലിംഗ് ചെയ്തിട്ടൊന്നും ശരിയാവുന്നില്ല. സ്ട്രെസ്സിനൊന്നും ഒരു കുറവുമില്ല. എടോ, ഒറ്റയ്ക്ക് കൗൺസിലിംഗ് എടുത്തോണ്ട് ശരിയാവണമെന്നില്ല. ഇനി പോകുമ്പോഴേ താൻ അജിത്തുമായിട്ട് പോ, ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അതിന് പുള്ളി മിസ്റ്റർ പെർഫെക്റ്റ് അല്ലേ? പ്രശ്നം മുഴുവൻ എനിക്കാണല്ലോ. പിന്നെ വൈകിട്ട് തന്നെ എവിടെയും കണ്ടിട്ടില്ലോ? ഞാനെവിടെ പോകാനോ? അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നെ ആരും കാണാറില്ലല്ലോ. ഞാൻ ഇൻവിസിബിൾ അല്ലേ? ഏയ്, താനിങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കലടോ. എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര നെഗറ്റീവാണ്. അത് ശരിയാണ്, സോറി. തന്നെ ഈ സ്ട്രെസ് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. 6 മാസം കടലിലും കരയിലും ജീവിക്കുന്ന എനിക്ക് ചില ക്രൂസിനിടയ്ക്കൊക്കെ ഡിപ്രഷൻ അടിച്ച് കടലിൽ ചാടിയേ കൊള്ളാൻ തോന്നാറുണ്ട്. ഭക്ഷണം, ഉറക്കം, സെക്സ് ഇതൊക്കെ ശരിയായി തന്നെ എൻ്റെ പകുതി കാര്യമൊക്കെ. പിന്നെ സ്ഥിരമായിട്ട് സ്ട്രെസ് ഉള്ള ഒരു ശരീരത്തിൽ കോർട്ടിസോളിൻ്റെ അളവ് കൂടുതലായിരിക്കും. തനിക്കിപ്പോൾ വേണ്ട കുറച്ച് സെറട്ടോണിനും ഓക്സിഡോസിനും ഡോപ്പമിനും ഒക്കെയാണ്. എനിക്കിനിയും ഗുളികയൊന്നും കഴിക്കാൻ വയ്യ. ഇതൊന്നും ടാബ്ലറ്റിന്റെ പേരല്ലടോ, നമ്മുടെ ശരീരത്തിലുള്ള ഹാപ്പി ഹോർമോൺസിന്റെ പേരാണ്. സോറി. അല്ല, ഇതൊക്കെ എങ്ങനെയാ അറിയുന്നേ? മാതാപിതാ ഗൂഗിൾ ദൈവം എന്നല്ലേ അമ്മ അച്ഛനും പറഞ്ഞ നേരത്തെ ഗൂഗിൾ പറഞ്ഞുതരും. ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കടോ. ഹാപ്പി ഹോർമോൺസ് കൂട്ടുന്ന ചില വഴികളൊക്കെ ഉണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ. ഹലോ. ആ പറയടോ. ഒരു വിക്കറ്റ് തെറിച്ചു. ആണോ? എന്നാ താൻ പോയി കിടക്ക്. ഓൾ ഔട്ട് ആവണവർ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതിന് ഉറങ്ങാൻ പറ്റണ്ടേ? തലയിലൊരു അമ്മിക്കല്ല് കെട്ടി വെച്ച പോലെ. അല്ല, ഈ ഹാപ്പി ഹോർമോൺസ് കൂട്ടാൻ പറ്റിയ വഴി എന്താന്നാ പറഞ്ഞേ? എക്സസൈസ് ഒരു വഴിയാണ്. സൂക്ഷിച്ചു വെച്ചേ. ഇങ്ങനെ ഫിറ്റായിട്ടില്ലേ നമ്മളൊക്കെ വീട്ടിൽ കാലിലെ സൂര്യൻ വന്നാ പോലും നമ്മക്കാർക്കും ബോധം വരില്ല. പിന്നെ വീട്ടിലൊക്കെ ഒരുത്തൻ കയറിയ എങ്ങനെ അറിയാനാ? പൈസ അയച്ചേട്ടാ, അയച്ചേട്ടൻ അടിച്ചടിക്കരുത്. അങ്ങനെ നാരായണ പഴ സമ്മതിക്കില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേറി വീട്ടിൽ കയറി പൂശും. അല്ലെങ്കിൽ വേണ്ട, ഇപ്പൊ തന്നെ പൂശാം. വീട് വാ, പൂശണം. നിങ്ങൾ എന്തിനാ പേടിക്കണ? പിന്നെ എന്തിനാ പേടിക്കണം? പരിപാടിക്കില്ല കേട്ടോ.
പരിപാടി? രാവിലത്തേക്കുള്ള മാവാട്ടുമായിരുന്നു. ആട്ടിക്കഴിഞ്ഞെങ്കിൽ വാ, കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. വാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്നെന്താ വിളിക്കാത്തേ? താൻ ഇന്ന് ലേറ്റ് ആയിട്ടല്ലോ കിടന്നേ. പിന്നെ ചെറിയ പണിയുള്ളൂ. എന്താടി കാലത്തെ അലിക്കുളത്ത് മൂടാണല്ലോ എനിക്ക്. ഇനിയും കുറേ സമയമുണ്ട് എൻ്റെ മീറ്റിങ്ങിന്. വേണ്ട, ലേറ്റ്. ഇന്ന് കിടങ്ങാണ്ട് പോവാൻ നോക്ക്. എന്ത് പറ്റി? ഇന്ന് ഭയങ്കര സ്ലോ ആണല്ലോ. ബോറടിക്കണു പപ്പ. ഞാൻ അപ്പുറത്തെ വീട്ടിൽ അതിനോട് കൂടെ കളിക്കാൻ പോയിക്കോട്ടെ പ്ലീസ്. അതിനേടെ അവിടെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. ആദ്യം വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. വന്നേ വന്നേ. ഉണ്ണിയേട്ടാ, ആ ഗുഡ് മോർണിംഗ് ധന്യ. രാവിലെ എന്താ പരിപാടി? നിങ്ങളെന്ത് പറഞ്ഞ സാധനം ഞാൻ ട്രൈ ചെയ്തു കേട്ടോ. എന്നിട്ട് വർക്കായ? കഴിച്ചു നോക്കിയിട്ട് പറ. ഇതെന്താ ഇത് നോക്കട്ടെ. അത് താടോ നോക്കട്ടെ. അത് ഗുഡ് മോർണിംഗ്. എന്ത് ബോൾ കളിയാണ്. എടാ നമുക്ക് ആ വീടങ്ങ് ലീസിനെടുത്താലോ? ഏത് വീടാ? എടാ നമ്മുടെ ആ പെണ്ണുണ്ണിയുടെ. എടാ നമുക്കിവിടെ എല്ലാവർക്കും കൂടാനുള്ളൊരു സ്ഥലമാവും. പിന്നെ വീട്ടിനകത്തിരുന്ന് കള്ളു കുടിക്കുന്നു എന്ന് പറയുന്ന അവളുമാരുടെ പരാതി ഇല്ലാതാവും. ആയിത്തേട്ടാ, അതൊരു 1-1.5 തീരുമാനമായിരിക്കും. നമ്മൾ 5 പേര് പൂൾ ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതൊന്നും നടക്കത്തില്ല. അവനും ആ ചെറിയ സാറും തമ്മിൽ നല്ല അടുപ്പമാ. മാത്രമല്ല ആ വീട് റിനോവേറ്റ് ചെയ്യാൻ വേണ്ടി അവൻ നല്ല കാശ് ഇറക്കിയിട്ടുണ്ട്, നല്ല വാടകയും കൊടുക്കുന്നുണ്ട്. ഒരു കാര്യമായ കാരണമൊന്നുമില്ല ചെറിയ സാർ അവനെ ഇറക്കി വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാ കാര്യമായൊരു കാരണം കാണിച്ചു തരട്ടെ.
ഇത് ഷാജുവിന്റെ വീടല്ലേ? അതെ, ഷാജു നാട്ടിലില്ല. ഒന്ന് കാണിച്ചു. ഷാജുവിന്റെ വീടാടാ. നീ ചെറിയ സാറിന് അയച്ചു കൊടുത്ത്. ഇവനെ കൊണ്ട് ഇവിടുത്തെ സ്ത്രീകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായെന്ന് പറ. സ്ത്രീകൾക്ക് ഇതൊരു ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഇതൊരു ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് അസോസിയേഷൻ ഗ്രൂപ്പിലിടാം. ഗ്രൂപ്പില് ചെറിയ സാറുണ്ടല്ലോ, എല്ലാവരും അറിയട്ടെ. ഗ്രൂപ്പിലിടാൻ വരട്ടെ. ഉണ്ണിയേട്ടൻ നടക്കാനൊന്നും പോവാറില്ലേ? നടക്കാൻ പോകാറൊക്കെ ഉണ്ട്, സമയമുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ വേറെ ആളെ. ഇതേ എല്ലാവർക്കും കളി കൊടുക്കാം. അമ്മയുടെ റെസിപ്പി. ഈ ട്രൈറ്റ്. ഇത് നമ്മുടെ ചീടയല്ലേ? ചീടാന്നും പറയും. ഞങ്ങളുടെ അവിടെ ചുക്കുണ്ടാന്ന് അറിയാം. ജോസേട്ടാ, റോഷിയേച്ചി ഉണ്ടാക്കിയതാ. താങ്ക് യു. ശരി എന്നാ. ദാ. അമ്മയുടെ കോൾ. ഞാൻ ഇപ്പൊ വരാം. ഉണ്ണിയേട്ടന് റോഷിയേച്ചിക്ക് ഈ വീട് വിലക്ക് വാങ്ങിച്ചിട്ട് ഇവിടെ സ്ഥിരതാമസാക്കിക്കൂടെ? അതൊക്കെ വലിയ ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് അല്ലടോ. ഫൂൾസ് ബിൽഡ് ഹൗസസ് ആൻഡ് വൈസ് മെൻ ലിവ് ഇൻ ദം. സായിപ്പിന്റെ ലോജിക് കേട്ടോ? എന്ന് വെച്ചാ എടോ മണ്ടന്മാര് വീട് വയ്ക്കും, നമ്മളെ കയറി അങ്ങ് താമസിച്ചാ പോരെ. ഇത് ട്രൈ ചെയ്യണം. കളിയോടൊക്കെയാ ഉണ്ടാക്കിയതാ. സ്വന്തമായിട്ട് വീട് ആഗ്രഹിക്കാത്തവരുണ്ടാവോ? അത് നമ്മളിപ്പോ ഉള്ള വികാര ജീവികൾക്ക് തോന്നുന്നാടോ. മനുഷ്യന്മാരെടുക്കുന്ന ഭൂരിഭാഗം തീരുമാനങ്ങളും ഇമോഷണൽ അല്ലേ? ആയിരിക്കാം. ചുരുക്കി പറഞ്ഞാൽ നമ്മളൊക്കെ വികാരത്തിന് അടിമകളാണെന്നല്ലേ? എന്തൊരവസ്ഥയല്ലേ അല്ലേ? വരാന്നേ, വീട്ടിൽ കപ്പ ഒഴുങ്ങി വെച്ചിട്ടുണ്ട്, അതാ. എന്നാ പിന്നെ പോട്ടെ. ശരി, ഒരു സൗകര്യം തന്നോളൂ. വീട്ടിലേക്ക് വെച്ചിട്ടുണ്ട്, പിന്നെ വാ 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 എന്ന് പറഞ്ഞിട്ടു. സൗമ്യ മഹേഷിന്റെ കാര്യത്തിൽ ഇത്തിരി പൊസസീവാ. ഇങ്ങനെ വലിച്ചോണ്ട് നടക്കണം, മനുഷ്യന്മാർക്ക് ശ്വാസം കിട്ടുമോ? എന്താ പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. എന്തോ പറഞ്ഞ പോലെ തോന്നി. തോന്നലല്ലേ ഇത്തെ, എല്ലാ തോന്നലും ശരിയാവണമെന്നില്ലല്ലോ. ഈശോയെ, ശ്വാസം വീണു. ശരിക്കും താൻ വല്ലതും പറഞ്ഞായിരുന്നോ? അജിത്തേട്ടൻ പിന്നെ അടുത്തൂടെ പോയ കൂടെ ചിരിക്കാറില്ല, അത് പറഞ്ഞതാ. ഇപ്പൊ ചിരിക്കാനുള്ള വകയായനെ. ശരിയാ.